എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുണ്ടോ, ഇപ്പോൾ നിങ്ങൾ ഈ ബാക്കിൽ കാണുന്ന വാഹനം എന്ന് പറയുന്നത് റിൻവിൻ ട്രാവൽസ് മൂവാറ്റുപുഴ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അർബാനിയാണ്. അർബാനിയുടെ ഫുൾ വർക്ക് എന്ന് പറഞ്ഞാൽ ഇൻറ്റീരിയറുമായി ബന്ധപ്പെട്ട എല്ലാവിധ വർക്കുകൾ കാര്യങ്ങളെല്ലാം തീർത്ത് ഞങ്ങൾ ഇറക്കിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണോ അതിൻ്റെ വിശേഷങ്ങൾ കാര്യങ്ങളെല്ലാം നിങ്ങളെ പരിചയപ്പെടുത്താൻ എന്തൊക്കെ കാര്യങ്ങൾ നമ്മളെ വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. കാരണം വെച്ചാൽ അതിൻ്റെ ഓണർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെ വേണമോ എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ ആ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട എല്ലാവിധ വർക്കുകൾ കാര്യങ്ങളെല്ലാം തീർത്ത് ഞങ്ങൾ ഇറക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം അറിയണ്ടേ. നമുക്ക് എന്തായാലും നോക്കാം നമ്മൾ എന്തൊക്കെയാണ് ഈ വണ്ടിയിൽ ചെയ്തിരിക്കുന്നത് വെച്ചാൽ ജസ്റ്റ് നിങ്ങൾ കാണിക്കുകയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ടൊരു ഫ്രണ്ടിലേക്ക് വരികയാണെങ്കിൽ ഫോർച്യൂണർ മിറർ കാര്യങ്ങളല്ല എന്ന് വെച്ചാൽ പുതിയ മോഡൽ ഫോർച്യൂണിൽ വരുന്ന മിററാണ്. അത് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ താഴെ വരുന്ന ബമ്പറെല്ലാം ഇതേപോലെ കമ്പനി വരുന്നത് മാറ്റ് ബ്ലാക്ക് രീതിയിലുള്ള ഒരു ഫിനിഷാണ് വരുന്നത്. അതെല്ലാം മാറ്റി നമ്മൾ ആ ഒരു കമ്പനി ഫിനിഷിങ്ങിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പെയിൻറ്റും കാര്യങ്ങളെല്ലാം അടിച്ചിട്ടുണ്ട്. ശരിക്കും ആ കമ്പനി കളർ തന്നെയാണ് നമ്മൾ അടിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ അടിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി വാഷ് ചെയ്യുന്ന സമയത്ത് ഇതിപ്പോൾ ചെളിയും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പോകാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് മെയിനായിട്ട് ഇതേപോലെ ബമ്പറുകൾ കാര്യങ്ങളെല്ലാം നമ്മൾ ഇതേപോലെ സെയിം കമ്പനി കളർ നമ്മൾ അടിക്കുന്നത്. ഇപ്പോൾ ഒരുപാട് വണ്ടികളിൽ നമ്മളിപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ മിറർ ഉണ്ടോ, മിറർ ഒക്കെ വരുന്നത് ബ്ലാക്ക് ആയിരുന്നു. കാരണം വെച്ചാൽ ആ സെയിം ഈ സൈഡിൽ വരുന്ന സെയിം കളർ ബ്ലാക്ക് കളറാണ് ഇതിൻ്റെ മിററെല്ലാം വന്നത്. അപ്പോൾ നമ്മളതെല്ലാം മാറ്റിയ കമ്പനി കളറാണ് നമ്മൾ അടിച്ചിരിക്കുന്നത്. അതിന് സൈഡിലേക്ക് വരുമ്പോൾ ഇതുണ്ടോ ബോഡി ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതിനുള്ള ചെറിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡ്രൈവേഴ്സിന് ഓവർടേക്ക് ചെയ്തൊക്കെ പോകുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ലൈറ്റ് കാണാൻ ബുദ്ധിമുട്ടാണ്. കാരണം യെല്ലോ കളർ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മളൊരു വൈറ്റ് കളർ വെച്ച് കൊടുത്തത്. കാരണം ഓവർടേക്ക് ചെയ്ത് പോയാലും എവിടെയെങ്കിലും രാത്രികൾ പാർക്ക് ചെയ്യാനൊക്കെ ആയിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതെല്ലാം മാറ്റി ഇത് വൈറ്റ് കളറാണ് ആക്കിയിരിക്കുന്നത്. ഇതുണ്ടോ അതേപോലെ തന്നെ സൈഡിലേക്ക് വേണ്ടി ക്യാരിയറിൻ്റെ സൈഡായിട്ട് കാണുന്നുണ്ടോ, മേളിലാണെന്നുണ്ടെങ്കിൽ ക്യാരിയർ പുതിയൊരു മോഡൽ ക്യാരിയറാണ് നമ്മൾ ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സൈഡാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സൈഡ് കാര്യങ്ങളെല്ലാം അതേപോലെ തന്നെ സൈഡെല്ലാം ഈ ബോഡിയുടെ സൈഡ് ഇതെല്ലാം ബ്ലാക്കാണ് വരുന്നത്. ഈ ഒരു സൈഡുകളെല്ലാം ബ്ലാക്ക് കളറാണ് വരുന്നത്. അതെല്ലാം മാറ്റി നമ്മൾ ഐവറി കളറാണ് ആക്കിയിരിക്കുന്നത്. അതേപോലെ ബാക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്പോയിലർ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇവിടെ അവരുടെ പേര് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഫ്രണ്ടിലും അതിൻ്റെ ബാക്കിലാണെങ്കിലും ഇപ്പോൾ റിൻവിൻ ട്രാവൽസ് എന്നുള്ളതിൻ്റെ അവരുടെ പേര് കാര്യങ്ങളെല്ലാം നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങളെല്ലാം അവരുടേതായ ഐഡിയയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ എന്തായാലും നിങ്ങൾ പരിചയപ്പെടുത്തരാം. അതേപോലെ ലാഡർ ശരിക്കും പറഞ്ഞാൽ ഇതിന് ഓണർ നമ്മളോട് പറഞ്ഞിരുന്നത് സ്റ്റീൽ ലാഡറാണ് പറഞ്ഞിരുന്നത്. പക്ഷേ നമ്മൾ നമ്മുടെ ഐഡിയയിലൊരു ഈ കളറാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ എങ്കിലും നമുക്കത് മാറ്റി കൊടുക്കണം. അപ്പോൾ എന്താ നമ്മൾ പ്ലേറ്റ് ചെയ്യാൻ കൊടുത്തത്, പ്ലേറ്റ് ചെയ്യാണ്ട് നമ്മൾ കൊടുത്തിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പ്ലേറ്റ് ചെയ്ത ക്യാരിയർ ലാഡറാണ് നമ്മൾ ഇതിനകത്ത് ഫിറ്റ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ക്യാരിയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മോഡൽ നമ്മുടെ അടുത്തുള്ള ക്യാരിയർ എന്ന് വെച്ചാൽ ഇതേപോലെയുള്ള സ്പോയിലർ കാര്യങ്ങളൊന്നും വലിയ രീതിയിലുള്ള സ്പോയിലറൊന്നും ആയിരുന്നില്ല. പക്ഷേ ഇതിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു മോഡലാണ് ഇപ്പോൾ നമ്മൾ സ്പോയിലർ റെഡിയാക്കിയിരിക്കുന്നത് ബാക്ക് വശം. അപ്പോൾ അത് രണ്ട് ടൈപ്പ് ക്യാരിയർ ഉണ്ട്. ഇപ്പോൾ നമുക്ക് പഴയ മോഡലുണ്ട്, പുതിയ മോഡലുണ്ട്. പുതിയ മോഡൽ ക്യാരിയറാണ് നമ്മളിപ്പോൾ ഈ വണ്ടിയിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ അപ്പുറം ഇപ്പുറം നമ്മൾ താറിൽ വരുന്ന ബ്രേക്ക് ലൈറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ അപ്പുറം ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ അർബാനിയ എന്നുള്ള ലെറ്റർ നമ്മുടെ ഗ്രില്ലിലുണ്ടായ ഒരു ലെറ്റർ നേരെ നമ്മൾ എടുത്തിട്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ബാക്കിൽ നിന്ന് പോകുന്നപ്പോൾ തന്നെ ബാക്കിൽ നമ്മൾ ഇതുണ്ടോ ഇതേപോലെ തന്നെ ഇതുണ്ടോ. ഇതിൻ്റെ അടുത്ത് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ടോ, ഇതിപ്പോൾ നമ്മളൊരു സബ് വെച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ നമ്മളിപ്പോൾ 1500 വാട്ട്സ് വരുന്ന രീതിയിലുള്ളൊരു സബ്ബാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഫിറ്റ് ചെയ്യുക. പൈനിയർ JBL സബ്ബാണ് ഇതിനകത്ത് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ ബാക്ക് സൈഡൊക്കെ ഉണ്ടോ, ഇത് ഡിക്കി സ്പേസ് ആണ്. ഇതെല്ലാം നമ്മൾ വുഡ് രീതിയിലുള്ള ഒരു വിനയിലാണ് നമ്മൾ ഒട്ടിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ സീറ്റ് ശരിക്കും പറഞ്ഞാൽ സെൻറ്ററിൽ ഒരു കാലും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അതെല്ലാം മാറ്റിയിട്ട് നമുക്ക് അത്യാവശ്യം യാത്രക്കാർക്ക് ലഗേജ് കയറ്റാനുള്ള രീതിയിലുള്ള കാര്യങ്ങളെല്ലാം നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. കുറച്ച് ഹൈറ്റൊക്കെ കൂട്ടി കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നതാണ്. ബാക്ക് വശോട്ടേക്ക് കാണുന്നത് ഏറ്റവും ബാക്കിലെ സീറ്റാണ്. നമ്മൾ ഫുൾ അപ്പോൾസറി ടാൻ ടൈപ്പ് ഒരു കളർ എന്ന് വെച്ചാൽ ഒരു ഐവറി ടൈപ്പ് ഒരു ഇത് വരുന്ന രീതിയിലുള്ള രണ്ട് കളർ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ സീറ്റ് ഓർ കാര്യങ്ങളെല്ലാം അടിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ കർട്ടനാണെന്നുണ്ടെങ്കിൽ ഐവറി കളറാണ് കർട്ടൻ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ഡോറയിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഡോറയിൽ ഉള്ള ഒരു ഡോർ പാഡ് കാര്യങ്ങളെല്ലാം പഴയ ആ ഒരു വേറെ ടൈപ്പ് ഒരു ഗ്രേ കളറായിരുന്നു. അതെല്ലാം നമ്മൾ മാറ്റിയിട്ട് ആ ഒരു മാച്ചിങ് സീറ്റിൻ്റെ ഒരു മാച്ചിങ് രീതിയിലുള്ള കളറുകൾ കാര്യങ്ങളെല്ലാം രണ്ട് സൈഡും ഉണ്ടോ, ഈ ഒരു സൈഡും ആ രണ്ട് സൈഡും നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ നമ്മൾ ബാക്ക് വശം എന്ന് പറയുന്ന വണ്ടിയുടെ ഡിക്കി സ്പേസും കാര്യങ്ങളെല്ലാം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ സാധാരണ ഇത് വരുന്നത് ഒരു 4 ഇഞ്ച് കുറവാണ്. അപ്പോൾ 4 ഇഞ്ചാണ് നമ്മൾ ഇതിനകത്ത് ഹൈറ്റ് കൂട്ടിയിരിക്കുന്നത് കേട്ടോ. ഇതുണ്ടോ, ഇതിപ്പോൾ നമ്മളിപ്പോൾ ഇന്റീരിയറിലേക്ക് കയറിയിട്ട് ഇന്റീരിയറിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സിക്യൂട്ടീവ് രീതിയിലുള്ള ഒരു വണ്ടിയാണ്. അപ്പോൾ അതിന് എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ആ രീതിയിലൊക്കെ അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതുണ്ട് ഡോർ പാഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡോർ പാഡൊക്കെ വുഡ് ഡിസൈനും കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതേപോലെ ഇത് ശരിക്കും പറഞ്ഞാൽ കോൾ ഡ്രൈവർ സീറ്റ് കേട്ടോ. ഇത് ഇങ്ങനെ ഇരുന്നിട്ടുണ്ട്. ഇതിലെ ഹാൻഡ് റെസ്റ്റ് ഇങ്ങനെയൊക്കെ ഇരുന്ന് സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റിയ രീതിയിലാണ് നമ്മൾ ഇതേപോലെ വുഡ് ഡിസൈൻ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഹാൻഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലാണ് ഡ്രൈവർ സീറ്റിനാണെങ്കിലും ഹാൻഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഫുള്ള് ഇതുണ്ടോ, ഇത് രണ്ടും നല്ല രീതിയിൽ തന്നെ നല്ല സെറ്റപ്പ് ആയിട്ട് തന്നെ ഫോമെല്ലാം വെച്ച് അപ്പോൾസറി വർക്കുകൾ കാര്യങ്ങളെല്ലാം തീർത്തു. അതേപോലെ സ്റ്റിയറിംഗ് കവർ ഉണ്ടോ, ഇത് സ്റ്റിയറിംഗ് കവറാണ്. സ്റ്റിയറിംഗ് കവർ നല്ല രീതിയിൽ തന്നെ നമ്മൾ ഫോമൊക്കെ വെച്ച് നല്ല ഭംഗിയായിട്ട് തന്നെ
ആ സീറ്റിന് മാച്ചുള്ള രീതിയിലുള്ള കളർ തന്നെ നമ്മൾ അടിച്ചിട്ടിരിക്കുന്നത്. അതേപോലെ തന്നെ സെൻറ്ററിലാണെന്നുണ്ടെങ്കിൽ വുഡ് ഡിസൈൻ കാര്യങ്ങൾ ഇപ്പോൾ ഹോൺ അടിക്കുന്ന ആ ഒരു സംഭവത്തിനൊക്കെ വുഡ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇതെല്ലാം വുഡ് ഡിസൈനാണ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം വുഡല്ല, വുഡിൻ്റെ ഡിസൈനാണ്. കാരണം ഇതേപോലെ വരച്ചെടുത്തിരിക്കുകയാണ്. നമ്മുടെ ഒരു വർക്കർ ഉണ്ട്, അദ്ദേഹം ഇതേപോലെ ഭംഗിയായിട്ട് ഇതേപോലെ വരച്ചെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ വരച്ചിട്ട് നമ്മൾ ക്ലിയർ അടിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ അതിൻ്റെ ഒരു ഭംഗി വണ്ടിക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതേപോലെ ഒരു കൺസോൾ ബോക്സ് ആണ്. ഇതുണ്ടോ, ഇത് താക്കോലും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതുണ്ടോ, ഇതിപ്പോൾ അത്യാവശ്യം തുറക്കണം എന്നുണ്ടെങ്കിൽ ഇതേ ഇങ്ങനെ തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് അതിൻ്റെ അത്യാവശ്യം കണ്ടോ സാധനങ്ങളെല്ലാം വെക്കാം. ആ വെക്കാൻ പറ്റിയ സൗകര്യത്തോട് കൂടിയുള്ളൊരു ബോക്സാണ്. അതെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ മൊബൈൽ വെക്കാം, ഇവിടെ വേണമെങ്കിൽ ഒരു കുപ്പി വെള്ളം വെക്കാം. അപ്പോൾ അങ്ങനെയുള്ള അത്യാവശ്യമായ രീതിയിലുള്ള സെൻറ്ററിൽ ആ ഒരു പോർഷൻ നമ്മൾ അതിന് യൂസബിൾ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും പക്ഷെ നമുക്ക് എന്തൊക്കെയാണോ ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വണ്ടിയിൽ കൂടുതലും ചെയ്തിരിക്കുന്നത്. പക്ഷെ ചെയ്യുമ്പോൾ അതിന് കുറച്ചുകൂടി ഭംഗി വരണം എന്നുള്ള വിധത്തിലാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. ഇതാണ്. അതേപോലെ തന്നെ ഫ്രണ്ടിലാണെന്നുണ്ടെങ്കിൽ ഫ്ലോർ ആട്ടോ. ഇതുണ്ട് വുഡ് വിനയിലാണ് നമ്മൾ വുഡിന്റെ ഒരു ഇതായിട്ടുള്ള ഒരു വിനയിലാണ് നമ്മൾ ഒട്ടിച്ചിരിക്കുന്നത്. കാരണം പ്ലൈവുഡ് അടിച്ചിട്ട് അതിന്റെ മേളിലാണ് ചെയ്തിരിക്കുന്നത്. കാരണം പ്ലൈവുഡ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല നീറ്റ് ആയിരിക്കും. അപ്പോൾ അവൾ പ്ലൈവുഡ് എല്ലാം അടിച്ച് അതിന്റെ മേളിലാണ് നമ്മൾ ഒട്ടിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ബാക്കിലേക്ക് പോകാം. ബാക്കിലുള്ള വിശേഷങ്ങൾ കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് അറിയിച്ചതിന്റെ ടോപ്പിലാണ് നമ്മൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇന്നറിൽ അതായത് നമുക്ക് എന്തായാലും അകത്ത് പോയിട്ട് അതിന്റെ കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ആണ്. ഇതേപോലെ മിറർ, ഈ മിററാണെന്നുണ്ടെങ്കിൽ കമ്പനി വരുന്നില്ല. അപ്പോൾ ഈ മിറർ നമ്മൾ ടെമ്പോ ട്രാവലറിന്റെ മിററാണ് നമ്മൾ വാങ്ങിച്ച് ഫിറ്റ് ചെയ്തേക്കണം. അപ്പോൾ ഇത് ഒരുപാട് വണ്ടികൾ നമ്മളിങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇന്നർ മിറർ ഈ വണ്ടിക്ക് വരുന്നില്ല. അപ്പോൾ ആ ഒരു മിററും കൂടെ നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി പാസഞ്ചേഴ്സ് ഇരിക്കുന്ന ഭാഗത്തേക്ക് നമുക്കത് പോയി നോക്കാം. ഇതുണ്ടോ, ഇതിപ്പോൾ നമ്മളിപ്പോൾ സ്ലൈഡിംഗ് ഡോറാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. കാരണം അർബാനിക്ക് ഇതേപോലെ സ്ലൈഡിംഗ് ഡോറാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും അകത്തേക്ക് നമുക്കൊന്ന് കയറി നോക്കാം എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് എല്ലാം നിങ്ങളൊന്ന് കാണിച്ചു തരാം. അതേപോലെ തന്നെ അകത്തേക്ക് വരുമ്പോൾ സീറ്റൊക്കെ ഉണ്ടോ, സീറ്റെല്ലാം ഫുൾ അപ്പോൾസറി കാര്യങ്ങളെല്ലാം തീർത്തതുണ്ടോ, നല്ല സെറ്റപ്പ് ആയിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ ഫോം എല്ലാം ചെയ്ത് നല്ല കുറച്ചുകൂടി കുഷ്യനായിട്ടുള്ള രീതിയിലാണ് ഇതിൻ്റെ അകത്ത് സീറ്റ് അപ്പോൾസറി കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. അതേപോലെ സ്പീക്കർ ആണെന്നുണ്ടെങ്കിൽ സ്പീക്കർ നമ്മൾ ബ്ലാക്ക് ഇതാണ് വരുന്നത്. അതെല്ലാം മാറ്റിയിട്ട് ഇതിനോട്ട് മാച്ച് ആവുന്ന രീതിയിലുള്ള റെക്സിനും കാര്യങ്ങളെല്ലാം പോയിഞ്ഞാണ് ബോക്സ് വെച്ചിരിക്കുന്നത്. ഇത് നമ്മൾ മൈക്ക് ഓൺ ചെയ്യാനായിട്ടുള്ള അതിൻ്റെ റിസീവർ കാര്യങ്ങളെല്ലാമാണ് ഇത്. അതേപോലെ തന്നെ ഇതാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു മിക്സർ, ചെറിയൊരു മിക്സർ കാര്യങ്ങളെല്ലാം അതിൻ്റെ അകത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇങ്ങോട്ട് ഫ്രണ്ടിലേക്ക് വരികയാണ്. ഫ്രണ്ടിലേക്ക് ഒന്ന് കാണിച്ചു നോക്കില്ലേ, ഇതുണ്ടോ, ഇത് ഫ്രണ്ട് ആട്ടോ. ഇത് ഫ്രണ്ടിൽ ഇതുണ്ടോ, നമ്മൾ ഇതുണ്ടോ ടി വി ക്യാബിനാണിത്. ഇത് നമ്മുടെ ടി വി ക്യാബിൻ്റെ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ടി വി പക്ക വർക്ക് ചെയ്യുന്ന രീതിയിലൂടെ ആളുകൾക്ക് സുഖമായിട്ട് ഇവിടെ ഇങ്ങനെ ഇരുന്ന് നല്ല ഭംഗിയായിട്ട് ടി വി കാണാം. ഇതുണ്ടോ ടി വി ക്യാബിൻ കണ്ടോ. ടി വി ക്യാബിൻ്റെ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വുഡ് ഡിസൈൻ കൊടുത്തത്. ടി വി ക്യാബിൻ ഫുള്ള് വുഡ് ഡിസൈനും അതേപോലെ നമ്മുടെ സീറ്റിൻ്റെ കളറും അതൊക്കെ ഒരു മാച്ചിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ വുഡ് ഡിസൈനും കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത്. നോക്കി ഇതുണ്ടോ, ഇതിപ്പോൾ നമുക്കിപ്പോൾ ടി വി ക്യാബിൻ ഇപ്പോൾ ഇങ്ങനെ നമ്മളിപ്പോൾ ഇങ്ങനെ വെച്ചിങ്ങനെ നേരെ ഫോൾഡ് ചെയ്ത് നോക്കാം. ഇതുണ്ടോ, മേളിലേക്ക് ഇതിങ്ങനെ മെല്ലെ നല്ല ഷോക്ക് അബ്സർവ് കൊടുത്തത്. അതുകൊണ്ട് ഇങ്ങനെ ഊരിയൊന്നും പോകില്ല, നല്ല നീറ്റായിട്ട് അവിടെ ഇരുന്നോളും. അതിൻ്റെ ടി വിയും കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ഇൻവെർട്ടർ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് ക്ലിയർ ചെയ്ത് എല്ലാം റെഡി ആക്കിയിരിക്കുകയാണ്. പിന്നെ നമ്മൾ 450 വാട്ട്സിൻ്റെ 4 സ്പീക്കറാണ് പൈനിയറിൻ്റെ ഇതിൻ്റെ അകത്ത് നമ്മൾ കൊടുത്തിരിക്കുന്നത്. കാരണം 450 വാട്ട്സ് ആകുമ്പോൾ നമുക്ക് 4 ചാനൽ ആമ്പും സോണിയുടെ ആമ്പും കാര്യങ്ങളെല്ലാം നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഇതേപോലെ തന്നെ അതെ ഇതുണ്ട്, സൈഡ് പാഡുകളെല്ലാം ചെയ്തിട്ടുണ്ട്. നമ്മൾ സൈഡ് പാഡ് കാണിച്ച് ഇതുണ്ടോ, സെയിം ഈ വരുന്ന സെയിം കളർ തന്നെ, ഈ സെയിം കളർ തന്നെയാണ് നമ്മൾ സൈഡ് പാഡുകൾ കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുത്തിരിക്കുന്നത്. സൈഡ് പാഡും അതേപോലെ തന്നെ മേളിലാണെങ്കിലും ഇതുണ്ടോ ഇതേപോലെയുള്ള രീതിയിൽ നമ്മൾ അത് അഴിച്ചെടുത്തിട്ട് അത് ഭംഗിയായിട്ട് തന്നെ അത് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതുണ്ടോ ഫ്ലോർ ഉണ്ടോ, ഫ്ലോർ ഫുള്ളായിട്ട് ഒരു വുഡ് രീതിയിൽ. കാരണം ഒരു വുഡ് നമ്മളിപ്പോൾ വീടുകളിലൊക്കെ ഒരു വുഡൻ ഫിനിഷ് ടൈലൊക്കെ ഇടുന്ന പോലുള്ള രീതിയിലുള്ള ഒരു ഫിനിഷാണ് ശരിക്കും പറയുന്നത് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നുണ്ടോ. നല്ല നീറ്റ് എന്ന് പറഞ്ഞാൽ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതേപോലെ അറ്റത്താണെന്നുണ്ടെങ്കിൽ സീറ്റിൻ്റെ ഉണ്ടോ, ഇവിടെ കണ്ടോ, ഇവിടെ ആണെന്നുണ്ടെങ്കിൽ നോക്കി ഇവിടെ കണ്ടോ, ഇവിടെ നമ്മൾ കവർ ചെയ്ത് കളഞ്ഞിരിക്കുക കേട്ടോ. ഇത് നമ്മൾ പ്ലൈവുഡ് വെച്ചിട്ട് ബാക്കിലേക്ക് കാണാതിരിക്കാനായിട്ട് അത് കവർ ചെയ്തിരിക്കുക. കാരണം ഇത് വിനയിൽ തന്നെയാണ്. വിനയിൽ ഒട്ടിച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ആളിരിക്കുമ്പോൾ കാലൊക്കെ ഇവിടെ ഇങ്ങനെ മുട്ടിയാൽ അഴുക്കായാലും നമുക്ക് തുടച്ച് കളയാനായിട്ട് വരും. അതുകൊണ്ടാണ് നമ്മൾ ശരി കാർപ്പറ്റൊന്നും കൊടുത്തില്ല, നല്ല ഭംഗിയായിട്ട് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അതുപോലെ സൈഡ് പാഡുകൾ അത് ഫുള്ള് വർക്കുകൾ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ടോപ്പ് ഉണ്ട്, ടോപ്പ് കാണിച്ചു തരാം. കണ്ടോ ഈ കാണുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ ടയർ വരുന്ന ആ ഒരു ടയറിൻ്റെ ഒരു മഡ്ഗാർഡ് പോലത്തെ സംഭവമാണ്. അവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ വിനയിൽ സ്റ്റിച്ച് ചെയ്തിട്ടാണ് ഇട്ടിരിക്കുന്നത്. കാരണം സാധാരണ അതിന് മേളിൽ വെറുതെ ഒട്ടിക്കുന്ന പോലെയല്ല, നല്ല നീറ്റായിട്ട് നന്നായിട്ട് സ്റ്റിച്ച് ചെയ്ത് നല്ല റെഡി ആക്കിയിട്ടാണ് നമ്മൾ അതെല്ലാം ചെയ്തിരിക്കുന്നത്. അതന്നെ ടോപ്പാണ് ഇപ്പോൾ ഈ കാണുന്നുണ്ടോ, ഇതൊരു ടോപ്പ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഫുള്ള് വുഡൻ രീതിയിലുള്ള സെറ്റപ്പൊക്കെ എല്ലാം ചെയ്ത് വുഡിൻ്റെ ഡിസൈനുകൾ കാര്യങ്ങളെല്ലാം കൊടുത്ത് ഇതിൻ്റെ അകത്താണെങ്കിൽ അത്യാവശ്യം നല്ല ഭംഗിയായിട്ടുള്ള കുറച്ച് LED ലൈറ്റ്സുകൾ കാര്യങ്ങളെല്ലാം നമ്മൾ ചെറിയ രീതിയിലൊക്കെ കൊടുത്തിട്ടുണ്ട്. കാരണം ഇതാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് കൂടി നമുക്ക് ഇതിൻ്റെ അകത്ത് വെട്ടം കിട്ടുന്ന രീതിയിലുള്ള ലൈറ്റുകൾ കാര്യങ്ങളെല്ലാമാണ്. അപ്പോൾ അതെല്ലാം കൊടുത്ത് ഇത്രയും വളരെ ഭംഗിയായിട്ട് തന്നെയാണ് നമ്മൾ എന്തായാലും ഈ വണ്ടി ഇറക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് ആ വണ്ടിയുടെ ഓണറും അതേപോലെ ആ വണ്ടിയുമായി ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് അവരെ എല്ലാവരും പരിചയപ്പെടണം. ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മളൊരു അർബാനിയ വന്നു കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ
ഫുൾ വർക്ക് എന്നുള്ള രീതിയിൽ നമ്മളിപ്പോൾ ഈ ഒരു വണ്ടിയാണ് ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ റിൻവിൻ ട്രാവൽസ് മൂവാറ്റുപുഴ അവരുടെ വണ്ടിയാണ്. അപ്പോൾ എന്തായാലും വളരെ ഭംഗിയായിട്ട് നമുക്ക് ഇറക്കാൻ പറ്റി, വളരെ ഭംഗിയായിട്ട് ചെയ്യാനുള്ള സമയം അവർ തന്നു. അപ്പോൾ അത് തന്നെ നമുക്ക് വലിയൊരു എന്താ പറയുക ഭയങ്കര ആശ്വാസമാണ്. കാരണം മിക്ക വണ്ടിക്കാർ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ധൃതി പിടിക്കുന്ന രീതിയിൽ, പക്ഷെ അതല്ല, ഒരുപാട് സമയം തന്നുകൊണ്ട് നമുക്ക് വളരെ ഭംഗിയായിട്ട് അതിൻ്റെ ഇൻറ്റീരിയർ വർക്കുകളും കാര്യങ്ങളെല്ലാം തീർത്ത് വളരെ സെറ്റപ്പായിട്ട് തന്നെ ഇറക്കാൻ പറ്റി എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇതുണ്ടോ, അപ്പോൾ ഈ താക്കോല് ഏതാണ്ട് ഒരു മാസമായിട്ടോ, ഒരു മാസമായി ശരിക്കും പറഞ്ഞാൽ എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് താക്കോല് വന്നിട്ട് എൽദോസേട്ടൻ. അപ്പോൾ എൽദോസേട്ടനും അവരുടെ കൂട്ടാളികളെല്ലാവരും കൂടെ വന്നിട്ടുണ്ട്. നമുക്ക് അവരെല്ലാവരും ഒന്ന് പരിചയപ്പെടണം. അതിന് മുമ്പായിട്ട് 1-2 കാര്യങ്ങളൊക്കെ അവർ ചോദിച്ച് മനസ്സിലാക്കാനുണ്ട്. കാരണം ട്രാവൽസും അവരുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും ഒന്ന് ചോദിച്ചറിയാം അല്ലേ? ഓക്കെ എൽദോസേട്ടാ, അപ്പോൾ ഓക്കെ, ഇതാണ് നമ്മുടെ എൽദോസേട്ടൻ. കാരണം എൽദോസേട്ടനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക്ഷോപ്പിലാണെങ്കിലും പോലും എൽദോസേട്ടൻ വന്നു കഴിഞ്ഞിട്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എൽദോസേട്ടൻ പഠിക്കാൻ പറ്റി. കാരണം 1-2 കാര്യങ്ങൾ വണ്ടിയെ പറ്റിയാണെങ്കിലും എനിക്കൊരു കുറച്ച് കാര്യങ്ങളാണെന്ന് വെച്ചാൽ കുറേ വർഷങ്ങളായിട്ടുള്ള പരിചയമാണ്. കാരണം റിൻവിൻ ട്രാവൽസ് എന്ന് പറഞ്ഞാൽ കുറേ വർഷങ്ങളായിട്ട് അല്ലേ മൂവാറ്റുപുഴയിലുള്ളതാണ്. അപ്പോൾ എൽദോസേട്ടൻ വേറെന്താ എൽദോസേട്ടാ, നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വേറെ വിശേഷങ്ങൾ മൂവാറ്റുപുഴയിൽ വേറെ എന്തെങ്കിലും വേറെ ബിസിനസ് കാര്യങ്ങളെല്ലാം ഉണ്ടോ? ബിസിനസ് എനിക്ക് ലൈറ്റ് ആൻഡ് സൗണ്ട് ചെറിയൊരു പരിപാടികൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ മെയിനായിട്ട് വണ്ടി പ്രസ്ഥാനം തന്നെയാണ്. അപ്പോൾ ഇവിടെ കാരണം 3-5 വണ്ടികളാണെന്ന് കൊടുക്കുക കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ വീണ്ടും ഒന്നേന്നുള്ള സ്റ്റാർട്ടിങ് കൊണ്ടും തുടങ്ങാൻ ഉള്ള പരിപാടിയാണ് ആണല്ലേ? ഓക്കെ, ശരിയാണ്. കോവിഡുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് ആളുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കാരണം വെച്ചാൽ നമ്മുടെ അവസ്ഥ തന്നെ എടുത്ത് നോക്കിയാൽ അറിയാലോ. കോവിഡുമായി ബന്ധപ്പെട്ട് ഒരുപാട് 10-35 വണ്ടികളെല്ലാം നമ്മൾ കൊടുത്ത് നമ്മൾ എന്നാലും ചെറിയ രീതിയിലൊക്കെ അങ്ങനെ ട്രാവൽസ് പരിപാടിയൊക്കെ പോകുന്നുണ്ടെന്നാലും വലിയ രീതിയിലൊന്നും പോകുന്നില്ല. പക്ഷെ എന്തായാലും ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ എന്തായാലും പുതിയതായിട്ട് അവരെന്താ വെച്ച് കഴിഞ്ഞാൽ ആ പഴയ എന്താ പറയുക അങ്ങനെയൊക്കെ വന്നിട്ട് പോലും ആ പ്രസിദ്ധി നിന്നൊക്കെ അല്ലേ കയറി അല്ല, അതാണല്ലോ നമ്മളെല്ലാവരുടെയും വിജയം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് വളരെ സന്തോഷം. എൽദോസേട്ടാ, ഇത് എൽദോസേട്ടനാണ് കേട്ടോ, ഞാൻ ഒരു പ്രാവശ്യം കൂടി പറയണത് എൽദോസേട്ടനാണ്. പിന്നെ വേറെ എന്താ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നമ്മൾ ഒരു ക്യാരിയർ പഴയ മോഡൽ ക്യാരിയർ അറിഞ്ഞു ഞങ്ങളുടെ അടുത്ത്. അപ്പോൾ എൽദോസേട്ടനും എൽദോസേട്ടൻ്റെ കൂട്ടാളികളൊക്കെ ഇവിടെ വന്നപ്പോൾ വണ്ടി കൊണ്ട് വന്ന സമയത്ത് നമ്മുടെ അടുത്ത് വന്നിട്ട് ഇതൊന്നും ഒരു മാറ്റം വരുത്തണം, കുറച്ചും കൂടി ഒരു വ്യത്യാസപ്പെടുത്തണം എന്ന് പറഞ്ഞു. അങ്ങനെ അവർ വന്നു പറഞ്ഞ ആ ഒരു രീതിയിൽ തന്നെ ഞാൻ ചെയ്തിട്ട് അവരെ വിളിച്ചു വരുത്തി. അവരൊന്ന് രണ്ടാമതും നോക്കിയിട്ട് അവർ നിൽക്കാതെ അടിപൊളിയാണെന്ന് അല്ലേ എൽദോസേട്ടാ? അല്ലേ, ഇഷ്ടപ്പെട്ടില്ലേ? പിന്നെ വേറെ എന്തെങ്കിലും വർഷപ്പിനെ പറ്റി എന്താ പറയാനുള്ളത് അത് പറയാം തന്നെ. നജീബക്ക നമ്മളവിടെ ചെന്നപ്പോൾ ആവശ്യങ്ങൾ എന്താണോ നമ്മൾ പറയുകയും അതിലുപരി അതിനെന്തൊക്കെയാണ് വേണ്ടതെന്ന് കൂടുതൽ ആ വണ്ടിക്ക് ഇണങ്ങുന്നതായിട്ടുള്ള കാര്യങ്ങളെ പറ്റി കൂടുതൽ പറഞ്ഞ് അത് വളരെയധികം ഭംഗിയായിട്ട് നമ്മൾ ഉദ്ദേശിച്ചേക്കാളും വളരെയധികം ഭംഗിയായിട്ട് അത് ചെയ്തു തീർക്കുകയും പിന്നെ ഏറ്റവും അത് പറഞ്ഞ ദിവസം പറഞ്ഞ ടൈമിൽ ഡെലിവറി തന്നു എന്നുള്ളതാണ് അതൊരു ഏറ്റവും വലിയ കാര്യമാണ്. വളരെ 100% സാറ്റിസ്ഫൈഡ് ആണ് ഞങ്ങൾ കേട്ടോ. വർക്ക്ഷോപ്പിൻ്റെ കാര്യത്തിലും നജീബൊക്കെ വളരെ ഓക്കെ എൽദോസേട്ടാ. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. ഷോപ്പിൽ നിങ്ങൾ വന്നു, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നല്ലോ. പിന്നെ അതേപോലെ തന്നെ വേറൊരു കാര്യമുണ്ട്, ഞാൻ ആദ്യം പറഞ്ഞാൽ ഒരു പ്രാവശ്യം കൂടി പറയണേ, അതിന് പറഞ്ഞാന്നറിയില്ല, ഒരു പ്രാവശ്യം കൂടി പറയാണ്. എൽദോസേട്ട സമയം തന്നു, അതാണ് അതിൻ്റെ അടുത്തുള്ള ഏറ്റവും വലിയ കാര്യം അല്ലേ എൽദോസേട്ടാ? എൽദോസേട്ട വണ്ടി വന്നപ്പോൾ തന്നെ നമുക്കറിയാലോ ഒരു വണ്ടിക്ക് എത്ര സമയം വരുന്നത് ഏകദേശമൊക്കെ നമുക്കറിയാം. അപ്പോൾ അതനുസരിച്ചുള്ള സമയമൊക്കെ കൊടുത്തു. ധൃതി പിടിച്ച് നമ്മൾ കാര്യം ചെയ്യേണ്ട കാര്യമില്ല. കഴിഞ്ഞ ദിവസം കൂടി എന്നെ വിളിച്ചു, 1-2 ദിവസം മുമ്പ് തന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ഇക്കത് തീരുവിലേക്ക് കുഴപ്പമില്ല, 2 ദിവസം കഴിഞ്ഞിട്ട് തന്നാൽ മതി, നമുക്കത് മെനയാക്കിയിട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞു. നമ്മുടെ പിള്ളേരെ അല്ല അവരൊക്കെ പരിചയപ്പെടുത്തണം. പിന്നെ അതേപോലെ തന്നെ എൽദോസേട്ടൻ്റെ കൂട്ടാളികളായിട്ട് ഇവരല്ലേ, അങ്ങനെ വർഷങ്ങളായിട്ട് എൽദോസേട്ടൻ്റെ കൂടെ ഉള്ളവരൊക്കെയാണ്. കാരണം എന്താ വെച്ചാൽ ഇവരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ എന്ത് കാര്യത്തിനും അങ്ങനെയാണല്ലോ. ഇതൊന്നുമല്ല 10-15 കുട്ടി നമ്മുടെ പിള്ളേരുണ്ട് ആണല്ലേ. അവരെല്ലാവരും നമ്മുടെ അടുത്ത് വന്നത് പേരെന്താ? മിഥുൻ. അപ്പൊ എത്ര ആളെ ഇപ്പൊ എൽദോസേട്ടൻ്റെ കൂടെ? ആണല്ലേ, 6 വർഷമായിട്ടുണ്ടല്ലേ? ആണല്ലേ, മിഥുൻ അല്ലേ? ഓക്കെ. ഇത് പേര് ശ്യാമേട്ടൻ. പിന്നെ വന്നപ്പോൾ ഭയങ്കര ഐഡിയ ഒക്കെ പറഞ്ഞ ആളായിട്ട് പുള്ളിക്കാരൻ. കാരണം വെച്ചാൽ ഒരുപാട് ഐഡിയാസുകൾ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു. 2-3 പ്രാവശ്യം വർക്ക്ഷോപ്പിൽ ഒന്ന് വണ്ടിയിട്ട് കൂടെ ഉള്ള പുള്ളിയുടെ പേരെന്തായിരുന്നു അന്ന് വന്ന് എൽദോസ് അല്ലേ? കൂടെ ഉള്ള പുള്ളിയുടെ പുള്ളി ഭയങ്കര സപ്പോർട്ടാണ്. എൽദോസിന് ഭയങ്കര സപ്പോർട്ടുള്ള ആൾക്കാരാണ് ഇവരെല്ലാവരും. കാരണം വെച്ചാൽ സ്വന്തം വണ്ടി പോലെ തന്നെ എല്ലാ കാര്യങ്ങളെല്ലാം നോക്കി. അപ്പോൾ എന്തായാലും വളരെ സന്തോഷമായിട്ട് കണ്ടായാലും അല്ലേ, ഇനിയും വരണം അല്ലേ? ഓക്കെ. എൻ്റെ പേരെന്താ? രാഹുൽ. എവിടെ അവിടെ തന്നെയാണോ വീട്? തൊട്ടടുത്ത് തന്നെയാണോ? ആണല്ലേ. വണ്ടി അപ്പോൾ നമ്മൾ ഈ വണ്ടി അങ്ങനെ ഏൽപ്പിക്കണേ എൽദോസേട്ടാ, പുള്ളിനെയാണ് അപ്പോൾ നമ്മൾ ഏൽപ്പിക്കണല്ലേ. അപ്പോൾ എന്തായാലും പുള്ളിക്കാരൻ വന്നപ്പോൾ തന്നെ വണ്ടിയുടെ കാര്യങ്ങളെല്ലാം അത്യാവശ്യം സൗണ്ടും കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്തെല്ലാം ചെക്ക് ചെയ്ത് അതെല്ലാം പറഞ്ഞു കൊടുത്തു, എല്ലാം കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും ഭംഗിയായിട്ടല്ലേ, എല്ലാവരും പ്രാർത്ഥനയോട് വളരെ ഭംഗിയായിട്ട് വരട്ടെ അല്ലേ എൽദോസേട്ടാ? ഓക്കെ. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക, എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. കാരണം മൂവാറ്റുപുഴ, കോതമംഗലം, എറണാകുളം എവിടെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല.
ഞാൻ ഇതിനകത്ത് റിൻവിൻ ട്രാവൽസിൻ്റെ മൊബൈൽ നമ്പർ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെയുള്ള വണ്ടികൾ ഇതേപോലെ കസ്റ്റമേഴ്സിന് എങ്ങനെ ഭംഗിയായിട്ട് കൊടുക്കാൻ പറ്റും ആ രീതിയിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ ദിവസേൻ്റെ എന്താ പറയുക ആ ഒരു രീതിയിൽ പുള്ളിക്കാരൻ പറഞ്ഞ രീതിയിൽ തന്നെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്തായാലും നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ വണ്ടി വിളിക്കണം, ഓട്ടോ എന്തെങ്കിലും വന്നാലും ദിവസേന സപ്പോർട്ട് ചെയ്യണം. ഓക്കെ. സാധാരണ ഫാദറാണ് വണ്ടിയുടെ താക്കോലെല്ലാം കൈമാറാറ്, മേടിക്കാറ്. പക്ഷെ ഇന്ന് ചില സാഹചര്യത്താൽ വരാൻ പറ്റിയില്ല. അതെ ദിവസമായിട്ട് വന്നപ്പോൾ തന്നെ അല്ലേ പറഞ്ഞിരുന്നു. കാരണം വെച്ചാൽ കുറച്ച് വീട്ടിൽ വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ടിട്ട് വരാനായിട്ട് പറ്റിയില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ദിവസമായിട്ടിന് തന്നെ നമ്മൾ എന്തായാലും താക്കോൽ കൊടുക്കുകയാണ്. അപ്പോൾ അവരൊക്കെ പ്രാർത്ഥന ഉണ്ടല്ലോ എല്ലാവരും. എന്തായാലും ദിവസമായിട്ടാ വളരെ സന്തോഷം കേട്ടാ, കണ്ടതിലും പരിചയപ്പെട്ടതിലും എല്ലാം വളരെ സന്തോഷം. എല്ലാം ഭംഗിയായി കേട്ടാ, സന്തോഷം അല്ലേ, പ്രാർത്ഥനയോടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കട്ടെ. അപ്പോൾ എന്താ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥന കേട്ടോ. കാരണം വെച്ചാൽ പുതിയൊരു വണ്ടിയാണ്, സംരംഭമാണ്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയും കാര്യങ്ങളും എല്ലാം വേണം. ഓക്കെ, താങ്ക് യു.